അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മുൽ ഖൈറിന് സമാധാനമുണ്ടായിരുന്നില്ല. റബ്ബേ, എവിടെ എത്തി ആവോ, എന്തായി ആവോ റബ്ബേ. രാത്രിയാണ് പോയത്, അല്ലാതെ രക്ഷയില്ല. എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും പറ്റിച്ച് രക്ഷപ്പെടണ്ടേ, അല്ലെങ്കിൽ പാവം ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ബലിയാടായി മാറും. ഇല്ല, അതിന് ഉമ്മുൽ ഖൈർ സമ്മതിച്ചിട്ട് വേണ്ടേ. എന്തായാലും അവൾക്ക് ആ രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല. അതാ ഉമ്മുൽ ഖൈർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. റബ്ബേ പഠിച്ചോനെ, അല്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. റഹ്മാനെ, അവരിറങ്ങുമ്പോൾ ഞാൻ ചൊല്ലിയിരുന്നു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. റഹ്മാനെ, നീ നിന്റെ 2 മലക്കുകളെ അവർക്ക് നീ ഇറക്കി കൊടുക്ക്. റഹ്മാനെ, അവർക്ക് സഹായമായി, അവർക്ക് ജീവിതത്തിൽ ആ ഒരു യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും നീ വരുത്തല്ലേ അല്ലാ. ഒരു ഉമ്മ പ്രാർത്ഥിക്കുന്ന പോലെയാണ് ഉമ്മുൽ ഖൈർ അതാ ഹംദക്ക് വേണ്ടിയും ഷാമിലിന് വേണ്ടിയും പ്രാർത്ഥിച്ചത്. ഷാമിൽ നല്ല മോനാണ് റബ്ബേ. ഷാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അർബാവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും എന്നോട് വന്ന് പറയും, ബീവി അത് അറബി ചെയ്തത് ഒട്ടും ശരിയല്ല, എനിക്കതിനോട് താല്പര്യമില്ല. കച്ചവടത്തിൻ്റെ കാര്യത്തിലെല്ലാം വില പേശണം എന്ന് അറബി എപ്പോഴും പറയാറുണ്ട്. അതെ, പിന്നെ കുറച്ച് പഴയ ചരക്ക് അല്ലെങ്കിൽ കുറച്ച് കേടുവന്നതൊക്കെ കൊണ്ടുപോയിക്കോ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് കയറിപ്പോയിക്കോളും. എന്നാൽ ഷാമിൽ അതെല്ലാം വ്യത്യസ്തമായി വേർതിരിച്ചായിരുന്നു കൊണ്ടുപോയിരുന്നത്. കുറച്ച് പഴകിയതും കേടുള്ളതും ആണെങ്കിൽ തന്നെ അതവരോട് പറയുകയും ചെയ്യും. കാരണം ഒരിക്കലും ചതിക്കാൻ പാടില്ലല്ലോ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതെ, അങ്ങനെ ന്യൂനതയുള്ളത് നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല, അത് പറയണമത്രേ, ഇത് കേടുള്ളതാണ്, ഇതാണ് നല്ലത് എന്നൊക്കെ. എന്നാൽ ഷാമിലിന് ഭയമായിരുന്നു. അറബി ആലോചിക്കുമ്പോൾ അതിലേറെ ഭയം. കാരണം അറബി ചോദിക്കും, ഓരോന്നിൻ്റെ കയ്യും കണക്കും. എന്നാൽ ബീവിയോട് ഇത് പറയുമ്പോൾ ഷാമിൽ പറയും, ബീവി അത് നല്ല ഈത്തപ്പഴങ്ങൾക്ക് നല്ല വില കിട്ടും, പക്ഷേ ഇടയിൽ കേടുവന്നതൊക്കെ കൂട്ടിക്കൊടുക്കുമ്പോൾ അത് വില കിട്ടായിയല്ല, അതൊക്കെ അതിൽ പെട്ടുപോകും. പക്ഷേ അവർ വീട്ടിലെത്തി അത് നോക്കുന്ന സമയത്ത്, അവർ ഭക്ഷിക്കാൻ എടുക്കുന്ന സമയത്ത്, റബ്ബേ ഇത് കേടായിപ്പോയല്ലോ, എൻ്റെ പൈസ പോയല്ലോ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് വേദനിച്ചാൽ, ബീവി അതിൻ്റെ ശിക്ഷ നമുക്കല്ലേ. ഷാമിൽ അങ്ങനെ പറയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വിശ്വസ്തനായ ഷാമിലിനെ ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി ഏൽപ്പിച്ചതും ഷാമിൽ പറഞ്ഞു, ബീവി പ്രശ്നമാകൂലല്ലോ മോനെ, അവളെ രക്ഷിക്കുക, അവളെ രക്ഷിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ നിന്നെ അള്ളാഹു രക്ഷിക്കും. അങ്ങനെ ബീവിയുടെ വാക്കുകൾ കേട്ടാണ് അജുവ ഈത്തപ്പഴങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് ഹംദയെ അവൻ കൊണ്ടുപോയത്. എന്നാൽ മരുഭൂമിയിൽ വെച്ച് അവന് ക്ഷീണം വരികയും ഉറക്കം വരികയും വാഹനം ഓടിക്കുവാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ ഹംദയോട് കാര്യം പറഞ്ഞു അവളെ സുരക്ഷിതയാക്കി അവളെ വാഹനത്തിൽ കിടക്കാൻ പറഞ്ഞു. അവൻ ആ മണലിലും കിടന്നു. അപ്പോഴാണ് കൊള്ളസംഘം എത്തിയത്. എന്നാൽ ഒരിക്കൽ പോലും എന്നെ ബീവി ഏൽപ്പിച്ച ഹംദയെ കൊണ്ടുപോകുമെന്ന് കരുതിയില്ല. എന്നാൽ അവളുടെ വായ മൂടിക്കെട്ടി കൈകളും കെട്ടിയിട്ട് അവളെ കൊണ്ടുപോവുകയായിരുന്നു. എന്തിനടാ ചരക്ക്, നമുക്ക് നല്ലൊരു ചരക്കിന് തന്നെ കിട്ടിയില്ലേ എന്ന് പറഞ്ഞ്. എന്നാൽ അപ്പോഴേക്കും അതിൽപ്പെട്ട ചില കള്ളന്മാർ നല്ല ഈത്തപ്പഴമാണെന്ന് തോന്നുന്നു, മുന്തിയ ഇനം, നമുക്ക് ഈ വണ്ടിയടക്കം അങ്ങ് കൊണ്ടുപോയാലോ, ആ പിന്നെ ചാവിയും ഇവിടെ തന്നെയുണ്ട്, എന്തൊക്കെ തന്നെയാലും ഇത് കിട്ടിയത് കിട്ടി. അങ്ങനെ അതാ ഷാമിൽ ആ മയക്കത്തിൽ തന്നെയാണ്. അവനൊന്നും അറിയുന്നില്ല. വാഹനം സ്റ്റാർട്ട് ചെയ്ത് അതാ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഹംദയെ കൊണ്ടുപോയത് മറ്റൊരു സ്ഥലത്തേക്കാണ്. പെട്ടെന്ന് അതാ അവന് എന്തോ ഒരു മനസ്സിലേക്ക് എന്തോ കടന്നു വന്നു. അല്ലാ, മരുഭൂമിയിലാണല്ലോ റബ്ബേ, പോകണല്ലോ, ഒന്നുറങ്ങാൻ കിടന്നാണല്ലോ. പെട്ടെന്ന് അവൻ എഴുന്നേറ്റിരുന്നു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ മാതനാ വഇലൈഹിൻ നുശൂർ. ഒരു നിമിഷം അവൻ നോക്കിയപ്പോൾ അവിടെ വാഹനമില്ല. അല്ലാ, യാ റബ്ബേ. ഷാമിൽ പിടഞ്ഞെണീറ്റു. യാ അല്ലാ, ഞാൻ കിടന്ന വിരിപ്പ് എന്നല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ലല്ലോ റബ്ബേ. റഹ്മാനെ, അറബി എന്നെ ഏൽപ്പിച്ച അജുവ ഈത്തപ്പഴത്തിൻ്റെ ചാക്കുകളില്ല, അതിലുണ്ടായിരുന്ന ഹംദയില്ല, വാഹനമടക്കം കൊണ്ടുപോയിരിക്കുന്നു. ഒരു നിമിഷം പടച്ച റബ്ബിനോട് വിതുമ്പിക്കരഞ്ഞു. അല്ലാ, യാ ബസീർ, അല്ലാ, യാ ബസീർ, അല്ലാ. റഹ്മാനെ,
ഈത്തപ്പഴങ്ങളും വാഹനവും എന്തും പോയിക്കോട്ടെ, പക്ഷേ ഹംദ എന്ന പെൺകുട്ടിയെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണല്ല എൻ്റെ ബീവി. അതുകൊണ്ട് റബ്ബേ, നിന്റെ കാവൽ നീ നൽക്. ഷാമിൽ ഒരു ഭ്രാന്തനെ പോലെ ആ മരുഭൂമിയിലൂടെ പരക്കം പായുന്നു. റബ്ബേ, എങ്ങോട്ട്? ചുറ്റുഭാഗത്ത് മരുഭൂമിയാണ്. ഒരിക്കൽ പോലും നടന്നാൽ ഞാൻ എത്തില്ല. ഹംദ മോളെ, റബ്ബേ, ഞാൻ എങ്ങനെ വിളിക്കും? റഹ്മാനെ, നീയുണ്ട് എനിക്കിട്ടോ. നീ മാത്രമാണ് എനിക്കുള്ളത്, വേറെ ആരുമില്ല. ഷാമിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. റബ്ബേ, എന്ത് വേണമെങ്കിലും പോയിക്കോട്ടെ, വാഹനം പോയിക്കോട്ടെ, ഈത്തപ്പഴം പോയിക്കോട്ടെ, പക്ഷേ അതിലുള്ള കുട്ടി എനിക്ക് തിരിച്ചു തരണമല്ല. സുരക്ഷിതമായൊരു സ്ഥലത്ത് ഏൽപ്പിക്കണം റഹ്മാനെ. അവൻ ആ മരുഭൂമിയിലൂടെ അതാ ഓടുന്നു, എങ്ങോട്ടെന്നില്ലാതെ. ഹംദ, ഹംദ എന്ന് വിളിച്ചുകൊണ്ട്. റബ്ബേ, ഞാൻ എന്ത് മറുപടി പറയും? കയ്യിലുള്ളെല്ലാം നഷ്ടപ്പെട്ടു. അതാ താൻ വിരിച്ചു കിടന്ന ആ ഒരു വിരിപ്പ് മാത്രം, ബാക്കിയുള്ള തൻ്റെ പണവും എല്ലാം വാഹനത്തിലായിരുന്നു. റബ്ബേ, ഫോണുകളും ഒന്നുമില്ല. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? അവന് പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അതാ ഓടുകയാണ് ആ മരുഭൂമിയിലൂടെ. അതെ, ഇരുട്ടാണ്, പക്ഷേ കാലിൽ ആ മണ്ണിൽ തട്ടിയിട്ട് പൊള്ളുന്നുണ്ട്. വൈകുന്നേരം വരെ ഏറ്റ സൂര്യൻ്റെ ചൂട് കൊണ്ടായിരിക്കും വല്ലാത്തൊരു വിങ്ങൽ അനുഭവപ്പെടുന്നു. അത് ആ നഗ്നപാദം കൊണ്ട് അദ്ദേഹം ഓടുകയാണ്. റബ്ബേ, അല്ലാ, പഠിച്ച റബ്ബേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. റഹ്മാനെ, യാ ബസീർ യാ അല്ലാ, കാഴ്ചയുള്ളവനെ റഹ്മാനെ, എൻ്റെ കണ്ണുകൾക്കൊരു പക്ഷേ എനിക്ക് കാഴ്ച കിട്ടില്ല, പക്ഷെ നിൻ്റെ കണ്ണുകളുണ്ടല്ലോ. യാ ബസീർ യാ അല്ലാ. അള്ളാഹുവേ, എൻ്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന അതേ മോനെ, എന്തൊക്കെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും യാ ബസീർ യാ അല്ലാ, യാ ബസീർ യാ അല്ലാ എന്ന് ചൊല്ലിക്കൊണ്ട്, കാഴ്ചയുള്ളവനെ എന്ന് ചൊല്ലിക്കൊണ്ട് തിരഞ്ഞാൽ കിട്ടും മോനെ, അതുറപ്പായിട്ടും. അതേ, എനിക്ക് പരിചയമുണ്ട് അത് കിട്ടിയിട്ട്. പക്ഷെ ഇവിടെ റബ്ബേ, ഈ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ഞാൻ എന്ത് ചെയ്യും? അതെ റബ്ബേ, അവൻ കരഞ്ഞുകൊണ്ട് ഓടുകയാണ് ആ മരുഭൂമിയിലൂടെ ആ ചെറുപ്പക്കാരൻ. യാ ബസീർ യാ അല്ലാ, യാ ബസീർ യാ അല്ലാ. പെട്ടെന്നതാ അങ്ങകലെ ഒരു തീനാളങ്ങൾ കാണുന്നു. റബ്ബേ, എന്താണ് അത്? ദൂരെ നിന്നും തീ കത്തുന്നതായിട്ടാണ് കണ്ടത്. ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് അതാ അവൻ ഓടിപ്പോവുകയാണ്. ഒരു പക്ഷേ അറിയില്ല റബ്ബേ, അവർ ആ വണ്ടിയുമായി വാഹനവുമായി അവളുമായി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും അവരോടൊന്ന് ചോദിച്ചു നോക്കാം. നേരെ അതാ ഷാമിൽ അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. അതെ, ഓടി ഓടി അവൻ്റെ കാലുകൾ തളരുന്നു. അങ്ങനെ അതാ തീ അടുത്തടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ ശരിക്കും അവൻ ഞെട്ടിപ്പോയി. റബ്ബേ, ഇത് നീഗ്രോക്കാരെ പോലെ, അത് ആഫ്രിക്കൻകാരാണെന്ന് തോന്നുന്നു. വളരെയധികം വലിപ്പമുള്ള കറുത്തതായിട്ടുള്ള മനുഷ്യർ. അവരുടെ മുടികളെല്ലാം ചുരുണ്ടതായിരുന്നു. അവർ എന്തോ ചുട്ട് തിന്നുകയാണ്. ശരിക്കും ഷാമിലിന് അത് കണ്ടപ്പോൾ എന്തൊക്കെയോ തോന്നിപ്പോയി. സഹോദര, അറബിയിൽ സംസാരിച്ചു. ഒരു പെണ്ണിനെയും കൊണ്ട് ഇതിലെ കുറച്ച് ആളുകളെങ്ങാനും പോകുന്നതോ അല്ലെങ്കിൽ ഒരു വാഹനം പോകുന്നതോ കണ്ടോ? വാഹനം പോകുന്നത് കുറച്ച് മുമ്പായിട്ട് കണ്ടു. സഹോദര, ഇതാ നിങ്ങൾ വെള്ളം കുടിക്കൂ. അവർ ആടിനെ മസാല പുരട്ടി ചുടുകയായിരുന്നു. വലിയ ആടിനെ എടുത്ത് നല്ല രീതിയിൽ മുളകും മഞ്ഞളും ചെറുനാരങ്ങയും എല്ലാം ചേർത്ത് പിടിപ്പിച്ച് കനലിൽ ചുട്ടെടുക്കുക. ടേസ്റ്റോടു കൂടി അത് കഴിക്കുക. അത് ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഭാര്യയും മക്കളുമടക്കം എല്ലാം കറുത്ത വർഗ്ഗക്കാർ, ആഫ്രിക്കക്കാർ ആണെന്ന് തോന്നുന്നു. എങ്കിലും ഷാമിലിനെ കണ്ടപ്പോൾ അവർ വളരെയധികം സ്നേഹത്തോടെ സ്വീകരിച്ചു. ഈ മരുഭൂമിയിൽ അവർ ഈ കാറ്റും കൊണ്ട് അത് ചുട്ട് കഴിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവൻ വീണ്ടും അവിടെ നിന്ന് ഓടുകയാണ്. ഹംദ, അല്ലാ, റബ്ബേ, ഞാൻ എങ്ങോട്ട് ഓടുന്നു? എനിക്ക് കഴിയുന്നില്ല. എന്നാൽ ആ പാവ യുവാവ് ഓടുന്നത് കണ്ടപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, എങ്ങോട്ടാണ് ഈ മരുഭൂമിയിൽ ഒറ്റക്ക് പോകുന്നത്?
അവിടുന്ന് അങ്ങോട്ട് പോയാൽ തുള്ളി വെള്ളം പോലും കിട്ടില്ല. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടും കേട്ടില്ല. രണ്ടുപേർ അതാ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടുന്നു. സഹോദര, നിങ്ങളിവിടെ നിൽക്കൂ. എങ്ങോട്ടാണ് നിങ്ങൾ? അതുവഴി പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ ഫുൾ മണൽക്കാടുകൾ മാത്രമാണ്. നിങ്ങളുടെ വഴി അതല്ല, വാഹനം പോയ വഴി അതായിരുന്നു. നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. വരൂ, നിങ്ങൾ ദാഹിച്ച് വിശന്ന് വലഞ്ഞ് അവിടെ മരിച്ചു വീണാൽ പോലും ഒരു കുട്ടി കാണില്ല. കാരണം അവിടെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല. ദയവായി നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകണ്ട. എന്തെങ്കിലും കഴിച്ചിട്ട് വിശ്രമിച്ചിട്ട് പോകാം. അല്ല, എനിക്ക് വിശ്രമമില്ല. എന്നെ ഏൽപ്പിച്ച സ്വത്ത് എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഏത് സമയത്താണ് എനിക്ക് ഉറങ്ങാൻ തോന്നിയത് എനിക്കറിയില്ല. അവൻ വിതുമ്പുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽപ്പെട്ട ആളുകൾക്ക് അല്പം ദയ തോന്നുകയായിരുന്നു. സഹോദര, നിങ്ങൾ പൊയ്ക്കോളൂ ആ വഴിക്ക്. പക്ഷേ നിങ്ങൾ കുഴങ്ങിയെന്ന് കണ്ടാൽ വേഗം തിരിച്ചു വന്നേക്കണം. കാരണം ഒരിക്കൽ പോലും മുന്നോട്ട് നടക്കരുത്. അങ്ങനെ അതാ അവർ പറഞ്ഞ ആ വഴി, വാഹനം പോയ വഴി അദ്ദേഹം അതാ ഓടുകയാണ്. എന്നാൽ കുറച്ചപ്പുറത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ടെൻറ്റ് കെട്ടിയതായിട്ട് കണ്ടു. ഒരു നിമിഷം ഷാമിൽ വിചാരിച്ചു, റബ്ബേ, അവിടെ എങ്ങനെ ഉണ്ടാവുമോ ഹംദ, അതോ കൊണ്ടുപോയോ? അവൻ അറിയാതെ ആ ടെൻറ്റിനടുത്തേക്ക് നടന്നു. ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കൂട്ടച്ചിരികൾ മുഴങ്ങുന്നു. ഒരു പെണ്ണിൻ്റെ ദയനീയമായ ശബ്ദം കേട്ടപോലെ തോന്നി. പെട്ടെന്ന് അതാ അവൻ അവിടേക്ക് ചാടി വീണു. ധൈര്യത്തോടെ ഷാമിൽ, എവിടെ എൻ്റെ പെണ്ണ്? നിന്റെ പെണ്ണോ? ആഹാ, അങ്ങനൊരു പെണ്ണോ? അതേത് പെണ്ണ്? അവർ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു. ഒന്ന് മാറിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ടെൻറ്റിനുള്ളിൽ ചടഞ്ഞുകൂടിയിരുന്ന ആളുകളുടെ ഇടയിലേക്ക് അവൻ കയറി. ഡോ, പിടിച്ച് പുറത്താക്കടോ അവനെ എന്ന് പറഞ്ഞു. എന്നാൽ ഷാമിലിന് എവിടെ നിന്ന് ശക്തി കിട്ടിയെന്നറിഞ്ഞില്ല. അവനെ ഉപദ്രവിക്കാൻ വന്നവരെയെല്ലാം അവൻ അതാ വകവരുത്തുകയാണ്. പെട്ടെന്ന് അതാ ഹംദ കിടക്കുന്ന ആ ഒരു ദയനീയ രംഗം കണ്ടു. ദയനീയമായി കരയുന്നുണ്ടായിരുന്ന അവളുടെ ചുണ്ടിലെ പ്ലാസ്റ്റർ അദ്ദേഹം പറിച്ചെടുത്തു. കൈകളിലെ കെട്ടഴിക്കുമ്പോഴേക്കും തൻ്റെ പിന്നിൽ നിന്ന് ശക്തമായ പ്രഹരം വന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാ, നിനക്ക് അനുഭവിക്കാനാണല്ലേ ആ കുട്ടിയെ? ഒരിക്കലുമല്ല, ഇതെന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച സ്വത്താണ്. അതുകൊണ്ട് എനിക്ക് ഇവളെ സംരക്ഷിച്ചേ മതിയാകൂ. എന്നാൽ അപ്പോഴേക്കും ഒരു കൈകൊണ്ട് ഹംദയെ പിടിച്ചു. എങ്കിലും മറ്റേ കൈകൊണ്ട് അവൻ നന്നായിട്ട് പെരുമാറി. അതെ, കൂട്ടത്തോടെ അവനെ എല്ലാവരും ഉപദ്രവിക്കുകയാണ്. പെട്ടെന്ന് ഹംദ പറഞ്ഞു, ഷാമിൽ, ഷാമിൽ, ഒന്നും ചെയ്യണ്ട, ഷാമിലിനെ കൊന്നുകളയും അവർ. ഹംദ, എനിക്ക് ഭയമില്ല. എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഏൽപ്പിക്കണം. അതിനുവേണ്ടി എല്ലാം നഷ്ടപ്പെട്ട ആ ഷാമിൽ കരഞ്ഞുകൊണ്ടാണ് അവൻ യുദ്ധം ചെയ്യുന്നത് അവരോട്. അതും കൈകളിൽ ഒരായുധം പോലും ഇല്ലാതെ. എന്തെന്നറിയില്ല, ഒരു പക്ഷേ അറബിച്ചിയുടെ ആ ഒരു ദുആ, അതെ, 2 മലക്കുകളെ ഇറക്കി കൊടുത്തതായിരിക്കും. ഒരു പക്ഷേ പടച്ചറബിനോട് ദുആ ചെയ്തപ്പോൾ ഷാമിലിന് ശക്തി കൂടിയ പോലെ, ധൈര്യം വന്നതുപോലെ അവരുടെ ഇടയിൽ 4-5 ആളുകളുടെ ഇടയിൽ അവൻ ഒറ്റക്ക് പൊരുതി. അതിനിടയ്ക്ക് കൈകളിൽ വെട്ടും കുത്തും എല്ലാം കിട്ടുന്നുണ്ട്. അതൊന്നും അവൻ വകവെച്ചില്ല. എങ്കിലും അവൻ പൊരുതി നേടി. അത് ആ 5 പേരെയും നല്ല രീതിയിൽ വകവരുത്തി. അവർ പേടിച്ചോടുകയാണ്. ഹംദ ഇരുന്ന് കരയുകയാണ്. റബ്ബേ, പഠിച്ചവനെ, ഷാമിലിനൊന്നും സംഭവിക്കരുതേ അല്ലാ. അവൻ്റെ കൈകളിൽ വെട്ടുകൊണ്ട് അതാ രക്തം ചീറ്റുകയാണ്. എല്ലാവരെയും അവൻ തുരത്തി ഓടിക്കുകയാണ്. അവർ ഓടിപ്പോവുകയാണ് ആ കൊള്ളക്കാർ. എന്നാൽ അപ്പോഴേക്കും ഷാമിൽ അവിടെ തളർന്നു വീണിരുന്നു. അവൻ അല്ലാ, യാ അല്ലാ, ദയനീയമായി മരണത്തോട് മല്ലിടുന്ന ആ ഒരു ഷാമിലിനെ കണ്ടപ്പോൾ ഹംദ മറ്റൊന്നും ആലോചിച്ചില്ല. അവളുടെ ഡ്രസ്സിൻ്റെ ഒരു ഭാഗം കീറിയെടുത്തു. അതാ മുറിവുള്ള ഭാഗത്ത് കെട്ടിവെക്കുന്നു. റബ്ബേ, രക്തം വാർന്ന് മരിച്ചു പോയാലോ? ഒരു നിമിഷം ഹംദ അള്ളാഹുവിനോട് ദുആ ചെയ്ത്, അല്ലാഹ്, ഈ വിജനമായ മരുഭൂമിയിൽ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ റബ്ബേ, നിനക്ക് മാത്രമേ കഴിയൂ. അടിമയായ പാപിയായ എനിക്ക് കഴിയില്ലല്ല. അവൾ കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു.
എന്നെ രക്ഷിക്കുവാൻ ശ്രമിച്ചതാണ് അദ്ദേഹം. അല്ലാ, നീ നിന്റെ മലക്കുകൾ ഇറക്കി രക്ഷ കൊടുക്കല്ല. അവൾ പടച്ച റബ്ബിനോട് കരഞ്ഞു. അദ്ദേഹം അതാ ആ മണലിൽ കിടന്ന് ദീർഘശ്വാസം വലിക്കുന്ന പോലെയാണ് ഹംദക്ക് തോന്നിയത്. അല്ലാ, വെള്ളം വെള്ളം വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു വലയുന്ന അവനെ കണ്ട് ശരിക്കും ഹംദ അവിടെ നിന്ന് എഴുന്നേറ്റ്. റബ്ബേ, വണ്ടിയിൽ ആഹാര സാധനങ്ങളും വെള്ളം, പൈസ എല്ലാം കരുതിയതായിരുന്നു. ഇവിടെ ഞാൻ എങ്ങോട്ട് പോകാൻ? ഹംദ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അങ്ങനെ അതാ അവൾ വീണ്ടും പിറകോട്ട് ഒരുപാട് ഓടിയപ്പോൾ അതെ, എങ്ങനെയെങ്കിലും ഷാമിലിന് തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അല്ലാ. അവൾ ഓടിയപ്പോൾ അത് കുറച്ചകലെയായിട്ട് വെളിച്ചം കാണുന്നു. അവൾ നേരെ അവിടേക്ക് എത്തി. ഒരു പെൺകുട്ടി അതാ ഓടി വരുന്നു. സുന്ദരിയായ പെൺകുട്ടി. ആഫ്രിക്കക്കാർ അത് നോക്കി നിന്നു. രക്ഷിക്കണം, നിങ്ങൾ രക്ഷിക്കണം. ആരാണ് നിങ്ങൾ? ഞാൻ, എൻ്റെ കൂട്ടുകാരൻ അവിടെ വെള്ളത്തിന് ദാഹിച്ച് കിടക്കുകയാണ്. അത്യധികം ആസന്നമായ രീതിയിലാണ്. അവർ പെട്ടെന്ന് തന്നെ നേരത്തെ പോയ മനുഷ്യനായിരിക്കുമോ? നിങ്ങളെ തിരിഞ്ഞാണോ അവൻ വന്നത്? അതെ, പ്ലീസ് രക്ഷിക്കണം. എനിക്ക് വേഗം ജീവൻ പോകാനായിട്ടുണ്ട്. അത്രക്കും പെട്ടെന്ന് തന്നെ അതിൽ 3-4 പേര് എഴുന്നേറ്റ് അതാ ഓടുന്നു. ആ കുട്ടി പറഞ്ഞ സ്ഥലത്തേക്ക് നേരെ അതാ അവർ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഷാമിൽ ആ കാഴ്ച കണ്ട് ഹംദ പൊട്ടിക്കരഞ്ഞു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.